വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. കുറേ നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടാൻ ട്രൈ ചെയ്യുന്നത്. ഒരു നല്ല യൂട്യൂബർ ആവാൻ അല്ലെങ്കിൽ ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ നല്ല കണ്ടന്റിനോടൊപ്പം തന്നെ യു ഷുഡ് ബി കൺസിസ്റ്റന്റ് ഇൻ പുട്ടിങ് യുവർ വീഡിയോ എന്നെനിക്കറിയാം. പക്ഷേ ഐ വാസ് നോട്ട് വെൽ സിൻസ് 2 വീക്സ്. പിന്നെ കണ്ടന്റും ഉണ്ടായിരുന്നില്ല. സോ ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ദിസ് ഡേ ബിക്കോസ് ഇറ്റ്സ് മൈ ബ്രദേഴ്സ് കോൺവക്കേഷൻ ടുഡേ. ഞങ്ങൾ രണ്ടും ഒരേ കോളേജിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് ഈ കോളേജിലാണ്, അവനും പഠിച്ചത്. സോ പക്ഷേ ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് ആ കൊറോണയുടെ ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഈ പറയുന്ന പ്രോപ്പർ കോൺവക്കേഷനോ അങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എന്താ പറയുക, ആളുകളെ വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റും ജസ്റ്റ് ഫോട്ടോ സെഷൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അതേ കോളേജിൽ അവൻ പഠിച്ചിറങ്ങി അവൻ്റെ കോൺവക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ നല്ലൊരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ്. സോ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാത്തതുകൊണ്ട് ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ, ലൈക്ക് വെൻ ഹി ജോയിൻഡ് ഓർ വെൻ ഹി സ്റ്റാർട്ടഡ് ഹിസ് ക്ലാസ് ഹിയർ, ഐ വാസ് ദ വൺ ഹു വാസ് ലൈക്ക് സൂപ്പർ എക്സൈറ്റഡ് അബൌട്ട് ഹിസ് കോൺവക്കേഷൻ. ഇത് അരുണിൻ്റെ ബ്രദറാണ്. അരുണിൻ്റെ ഏറ്റവും ഇളയ ബ്രദറാണ്. അരുണിൻ്റെ മൂത്ത ബ്രദറുണ്ട്, ഒരു ഇളയ ബ്രദറുണ്ട്. മൂത്തത് കിരൺ ചേട്ടൻ, ഇളയത് വിജയ്. അവനെ ഞങ്ങൾ കണ്ണെന്ന് വിളിക്കും. അപ്പോൾ കണ്ണൻ്റെ കോൺവക്കേഷനാണെന്ന്. അപ്പോൾ കണ്ണൻ വന്നിട്ട് ഇവിടെ വന്നിട്ടായിരുന്നു, റെഡിയൊക്കെ ആയി. കണ്ണൻ എന്നിട്ട് പോയിട്ടുണ്ട്. കണ്ണൻ്റെ കുറേ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഐ ആഡ് ഫ്യൂ ഇൻ ദിസ്. How do you feel right now? No, in the convocation alle. You came all the way from India to Canada, and now in the convocation aanennu. Like, how do you feel? ഒരുപാട് സന്തോഷം. ഇപ്പോൾ ലാസ്റ്റ് മൂമെൻ്റ് ആണ് കോളേജ് ലൈഫിൽ. അപ്പോൾ ഇനിയൊരു കോളേജ് ലൈഫ് നമുക്ക് എന്തായാലും ഇല്ല. അപ്പം ഐ ആം സോ എക്സൈറ്റഡ് അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് അറിയാനൊക്കെ. That's it. Okay. Actually, we are very proud of him today. It's actually a very happy moment for the family itself. We actually had a lot of plans. ഇപ്പോൾ മനസ്സിലായില്ലേ, എനിക്ക് ശരിക്കും പനിയായിരുന്നു. ആസ് ഐ സെഡ്, വി ഹാഡ് എ ലോട്ട് ഓഫ് പ്ലാൻസ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ പേരൻസിനെ കൊണ്ടുവരണം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചതാണ്. നേരത്തെ ചുമച്ചുകൊണ്ട് എനിക്ക് ആ ക്ലിപ്പ് ഉടച്ച് നിർത്തേണ്ടി വന്നു കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ വിൽ ഗോ ഗെറ്റ് റെഡി. ഐ വിൽ അറേഞ്ച് എവറിത്തിങ് ബിഫോർ മൈ ഹസ്ബൻഡ് കംസ് ആൻഡ് മൈ കിഡ് കംസ്. കാരണം അവൾ വന്നു കഴിഞ്ഞാൽ അവളെ നോക്കാൻ വേണം രണ്ടുപേര്. ഞങ്ങൾ രണ്ടുപേരല്ലേ ഇവിടെയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഞാൻ പോയി എല്ലാം സെറ്റാക്കട്ടെ. ആൻഡ് ദെൻ ബി വിത്ത് മീ ത്രൂ ഔട്ട് ദിസ് ഡേ. ആൻഡ് ഐ ഹോപ്പ് മൈ ബ്രദർ കുഡ് എൻജോയ് ഹിസ് ഡേ. വൺ ഓഫ് ഹിസ് ബിഗ് ഡേ ആണെന്ന്. ദാറ്റ് പെർട്ടിക്കുലർ മൊമെൻറ്റ് ടു ദ കോർ. ഓക്കെ, ഞാൻ ആ മെസ്സി ലുക്കൊക്കെ ഒന്ന് മാറ്റി, ഒന്ന് കുളിച്ച് വൃത്തിയായി, ഹെയറൊക്കെ ഡ്രൈ ചെയ്തു, ലഞ്ചൊക്കെ കഴിച്ചു. ചുമ ഒഴിച്ചു വെച്ചാൽ ബാക്കി മൊത്തത്തിൽ ഐ എം ഫീലിംഗ് ബെറ്റർ റൈറ്റ് നൗ. Arun will pick up Kia and he'll come here within like 10-15 minutes. അതിന് മുന്നേ I thought I'll do my so-called makeup. ഈ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര പടം വരയ്ക്കുന്നതിന് തുല്യമാണ്. ഇറ്റ്സ് എ വെരി ആർട്ടിസ്റ്റിക് തിങ്. അത് ചെയ്യാൻ അറിയാവുന്നവരോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. കാരണം ഐ ഡോണ്ട് ഗെസ് ഇറ്റ്സ് എവരിബഡീസ് കപ്പ് ഓഫ് കോഫി. എല്ലാവർക്കും ഒന്നും അത്ര ഭംഗിയായിട്ട് ചെയ്യാൻ അറിയാം. എനിക്ക് ഇങ്ങനെ വിങ്ങി ഇത് കണ്ടുപോലും എഴുതാൻ അറിയാത്തൊരു വ്യക്തിയാണ്. സോ പക്ഷേ സ്റ്റിൽ ആസ് ഐ സെഡ് ഐ വിൽ ഡു മൈ സോ കോൾഡ് മേക്കപ്പ്. വേഗം തന്നെ ചെയ്യാം. സോ ദാറ്റ് കിയാച്ച് വരുമ്പോൾ പിന്നെ എനിക്ക് ഡ്രസ്സ് ഇട്ടത്, ഞാൻ ഡ്രസ്സ് ചെയ്ത് നിന്നേനെ. ദ തിങ് ഇസ് ദാറ്റ് ഐ എം വെയറിങ് എ വൈറ്റ് ഷർട്ട് ടുഡേ. അപ്പോൾ ഇപ്പം ഞാൻ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നാൽ അതേപോലെ മൊത്തത്തിൽ ശരിയാക്കി കൈ തരും. അതുകൊണ്ട് നമുക്ക് വേഗം പോയിട്ട് ഞാൻ തന്നെ എൻ്റെ മേക്കപ്പ് ചെയ്താലോ. ഞാൻ ഓൾറെഡി സ്ക്രീൻ പ്രപ്പ് ഒക്കെ ചെയ്തു. അയ്യോ, ഐ എം ടോക്കിംഗ് ലൈക്ക് എന്താ പറയുക, ഒരു റെഗുലർ ബ്ലോഗറിനെ പോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ പ്രപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ഷോർട്സിൽ. ബാക്കിയപ്പോൾ ചെയ്താലോ. എനിക്കിങ്ങനെ ക്യാമറ വയ്ക്കാൻ പറ്റുന്നുള്ളൂ. സോ ഐ കീപ് ദ ക്യാമറ ലൈക്ക് ദിസ് ആൻഡ് ഐ വിൽ ഡു ദ മേക്കപ്പ്. സോ ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നെ ഇരുന്നില്ല. All I'm going to do is എൻ്റെ ഐബ്രോസ് എനിക്ക് മര്യാദയ്ക്ക് റെഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഐബ്രോ ജെൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എൻ്റെ ഐബ്രോസ് ഒന്ന് ഷേപ്പാക്കാൻ നോക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് മൂലം എൻ്റെ 2 ഐബ്രോസ് 2 രീതിക്കാണ് നിൽക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നേരത്തെ എടുത്ത് വയ്ക്കേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചതാണ്. പക്ഷെ ഇപ്പം എൻ്റെ ഒന്നും തന്നെ കാണുന്നില്ല. ആൻഡ് ദെൻ ഇന്ന് ചെറുതായിട്ട് കണ്ണെഴുതുന്നുണ്ട്. എനിക്ക് ഓൾറെഡി കണ്ണിന് ഈ പനി വന്ന സമയത്ത് തന്നെ എനിക്ക് ഓൾറെഡി കണ്ണിന് ചെറിയ അലർജി പോലെ വന്നിരുന്നു. സോ ഐ നോട്ട് അപ്ലൈയിങ് എനി കാജൽസ്, ജസ്റ്റ് റൈറ്റിംഗ് എന്താ പറയുക, ചെറിയൊരു ഐലൈനർ കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, എന്താണ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. കണ്ടിട്ടുണ്ടോ? സോ സോറി. ഇത് ഷീ ഗ്ലാമിൻ്റെ ബ്ലഷാണ്. ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ ചീക്ക് ബോൺസിൽ കൊടുക്കുന്നതിനെക്കാട്ടിൽ ഐ ആക്ച്വലി ലവ് പുട്ടിങ് ഇറ്റ് ഓൺ ദി ചീക്സ്. ആ ഒരു പെർഫെക്റ്റ് നമ്മുടെ ചീക്സില്ലേ. ഞാൻ ബ്ലെൻഡർ ഒന്നും എടുക്കാനും നിൽക്കുന്നില്ല, തപ്പാനും നിൽക്കുന്നില്ല.
ആൻഡ് ദെൻ എൻ്റെ കയ്യിലൊരു ചെറിയ ഹൈലൈറ്റർ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഈ ഗ്ലാസ് സ്കിൻ ഗ്ലോസി ഈ സാധനം ഒക്കെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക വൈറലായിട്ടൊക്കെ അപ്പം അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഒരു മേക്കപ്പും ചെയ്യാതെ പക്ഷേ ആ സാധനം വേണമെന്നുള്ളവർക്കുണ്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഐ ഗോട്ട് ഇറ്റ് ഫ്രം സെഫോറ ബട്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളും ഒന്നും ഐ ഡോണ്ട് റിയലൈസ് അല്ല ഐ ഡോണ്ട് റിമെമ്പർ. And then the lipstick. For the lipstick, no, this is not. Oh my god, lipstick. For the lipstick, I'm using Marsന്റെ ഗേൾ പവർ. ശരിക്കും പറഞ്ഞാൽ ഖൂബ്സൂരത് കുച്ചിപ്പുടിക്ക് കുറച്ച് ഓവർ ഹൈപ്പ് കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ദിസ് ഷെയ്ഡ് ആക്ച്വലി നീഡ് ടു ഗോ വൈറൽ. ഐ ഡോണ്ട് നോ അതെന്താ ഇതുവരെ വൈറലാവാത്തത്. ഇത് അടിപൊളി ഷെയ്ഡാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, അധികം മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഇട്ടാൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സും കൂടും, ഒരു മേക്കപ്പ് ലുക്കും തരും. സോ ഇത് അടിപൊളി പ്രോഡക്റ്റാണ്. ഇനി കാണിക്കുക മാർസിൻ്റെ ഗ്ലിറ്റർ ഓൺ ഗേൾ പവർ. This is long lasting. ഇത് ആദ്യത്തെ കുറച്ച് നേരം ഇതെത്ര വലിയ ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ബട്ട് ദെൻ ഐ ബിലീവ് ദിസ് ഇസ് കുറച്ച് കഴിയുമ്പോൾ ഇതൊരു എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മാറും. ഒരു എക്സൈസ് എമൗണ്ട് ഒന്ന് വൈപ്പ് ചെയ്തോട്ടെ. കിയാച്ചുടെ സോക്സ് ആണ്, കിയാച്ചുൻ്റെ സോക്സ് ആണിത്. എൻ്റെ ടിഷ്യൂ പേപ്പർ ഒന്നും കണ്ടില്ല. സോ I'm done with the makeup and actually I'll do one more time. ഖൂബ്സൂരത് കുച്ചിപ്പുടി ഞാനങ്ങനെ അയ്യോ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ, പക്ഷേ ഇതിന് ദിസ് ഇസ് ഖൂബ്സൂരത് കുച്ചിപ്പുടി. ഞാൻ അതുകൂടി എനിക്ക് ഇതായിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് ആ ഒരു ഓറഞ്ച് ബ്രൗൺ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് കുറച്ചെടുത്തിട്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. കാരണം ഒരു കൺസീലർ അല്ലെങ്കിൽ നിങ്ങളൊരു കളർ കറക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആക്ച്വലി നന്നായി തന്നെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക മര്യാദയ്ക്ക് ഫൗണ്ടേഷനും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാൻ അറിയാത്തില്ലെങ്കിൽ മേക്കപ്പ് ലുക്ക് സോ കേക്കി, അത് അതിലും വൃത്തികേടാണ്. അപ്പോൾ അതൊന്നും അല്ല, യു ജസ്റ്റ് നീഡ് ടു ഡു എ സ്കിൻ പ്രാപ്പ് ആൻഡ് ദെൻ ഗോ വിത്ത് എ സിമ്പിൾ ബേസ് മേക്കപ്പ്. ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു മേക്കപ്പാണ്. ഓൾ യു നീഡ് ഇസ് എ ബ്ലഷ്, ഒരു ഹൈലൈറ്റർ, ഒരു ഐലൈനർ ആൻഡ് എ ഗുഡ് ലിപ്സ്റ്റിക്. ഗുഡ് ലിപ്സ്റ്റിക് അതൊരു ഭയങ്കര വലിയ ഫാക്ടറാണ്. ഇന്ന് am I talking like a beauty vlogger? ഇത് കാണുന്ന ബ്യൂട്ടി വ്ളോഗർ പോലെ താഴെ വന്ന് പൊങ്കാലിടും. മൈ മേക്കപ്പ് ലുക്ക്. ഇനി ഞാൻ ഫുൾ ഡ്രസ്സ് ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഒരു ഫിറ്റ് ചെക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ബാക്കിയൊക്കെ അവിടെ പോയിട്ട് ചെയ്തുള്ളൂ. താങ്ക് യു. സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. മൈക്കോണാക്കാൻ മറന്നുപോയി. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഫിറ്റ് ചെക്കാണ് കേട്ടോ. എൻ്റെ മോള് മാത്രമേ ഉള്ളൂ എന്നെ എൻകറേജ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്യുന്നു. ക്യാമറയുടെ മുന്നിൽ നോടുന്ന അരിച്ചിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസിക്കലി പുള്ളിക്ക് ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ പുള്ളിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഇത്തിരി ഇതാട്ടോ. ഞാനിതിൽ അരിഞ്ചനോട് ചോദിക്കുന്നുണ്ട് കണ്ണൻ്റെ ഗ്രാജുവേഷനായിട്ട് എന്താ തോന്നിയത്. അപ്പോൾ അരിഞ്ചനിലും ഇങ്ങനെ ഉത്തരം തരുന്നേ, അവൻ്റെ ഗ്രാജുവേഷൻ ഇപ്പോൾ എനിക്കെന്ത് തോന്നാനാ. ഇങ്ങനെ ഉത്തരം തരുന്നവരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ലേ? എനിക്കുണ്ട് അതേപോലെ ഒരെണ്ണം. അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങാട്ടോ. അപ്പോൾ ഓൾറെഡി ലേറ്റായി. ഡൗൺ ടൗണിലാണ് പരിപാടി, അതുകൊണ്ട് വേഗം പോയൊക്കത്തുള്ളൂ. കാരണം ഡൗൺ ടൗണിൽ ഈ സമയത്ത് ഈ കോർപ്പറേറ്റ് ഓഫീസൊക്കെ വരുന്ന ടൈം ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരിക്കും.
പിന്നെ പേ ആൻഡ് പാർക്ക് കണ്ടുപിടിക്കാൻ വേണം. സോ ലെറ്റ്സ് ഗോ. കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റിൽ അന്നും ഇന്നും പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ ടൊറൻറ്റോ ഡൗൺ ടൗൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഒരു എന്താ പറയുക നാടൊക്കെ വിട്ടൊരു അടിപൊളി സ്ഥലത്തെത്തിയെന്നൊരു തോന്നലുണ്ടാകുക. എന്താ പറയുന്നത്, ഇങ്ങനെ വാനം മുട്ടി നിൽക്കുന്ന വലിയ ബിൽഡിങ്സും ഫുൾ ഗ്ലാസ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ നടുക്കോടുള്ള റോഡിൽ ഇങ്ങനെ പോവും, CN ടവർ കാണാം. അതൊരു ഭയങ്കര രസമുള്ളൊരു വ്യൂ തന്നെയാണ്. എനിക്ക് ഡൗൺ ടൗൺ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊണ്ടുവന്നതും ഡൗൺ ടൗണിലാണ്. ഞാൻ അരുൺ ആദ്യമായിട്ട് വന്നപ്പോൾ അരുണിനെയും ഞാൻ എന്താ പറയുക കൊണ്ടുപോകുന്നത് ഡൗൺ ടൗണിലാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ആദ്യമായിട്ട് ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെ കുറേ പഴയ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ, ആസ് എഫ് ലൈക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ വലിയ ഹിസ്റ്ററി പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കുറേ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞാൽ ഡൗൺ ടൗണിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ നല്ല ട്രാഫിക് ഉണ്ടാവും ഈ സമയത്ത്. കാരണം ഈ സമയം എന്ന് പറഞ്ഞാൽ 4-4:30 ഓൾറെഡി വൈകുന്നേരം. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ഓഫീസസ് ഒക്കെ വരുന്ന ടൈം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റഷ് ഉണ്ടാവും. ഞങ്ങളങ്ങനെ വേഗം പേ ആൻഡ് പാർക്കൊക്കെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ കോൺവെക്കേഷൻ എത്തിയിട്ടോ. ഫംഗ്ഷൻ വാസ് റിയലി ബ്യൂട്ടിഫുൾ. Supply chain management. Congratulations Anand Suresh and Anand Udayan. Yeah, so that is how the function went. It was really nice. അതൊരു ആക്ച്വലി ആ കൺവെൻഷൻ സെൻറ്ററിൽ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. തിയേറ്റേഴ്സും കുറേ റൂംസും ഉണ്ട്. അതായത് ലൈക്ക് ഓരോ കമ്പനികളുണ്ടല്ലോ, അതായത് ഇവിടുത്തെ കുറേ കോർപ്പറേറ്റ് കമ്പനീസിനൊക്കെ ആ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ തന്നെ ഒരുപാട് റൂംസ് ഒക്കെ ഉണ്ട് അവരുടെ മീറ്റിംഗ്സിനും അവരുടെ ഗ്യാതറിങ്സിനും ഒക്കെ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് കൂടിയായിരുന്നു അത്, അവൻ്റെ ഗ്രാജുവേഷൻ നടന്നത്. ആൻഡ് അവൻ്റെ ഗ്രാജുവേഷൻ തന്നെ ആ ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ പ്രോപ്പർ തിയേറ്റർ. നമ്മൾ മറ്റേ എന്താ പറയുക ഈ ഷേക്സ്പീരിയൻ ഡ്രാമയൊക്കെ നടക്കുന്ന തിയേറ്റേഴ്സ് കാണാറുണ്ടല്ലോ, അതേപോലെയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു എന്താ പറയുക ആ ഒരു രീതിയിൽ ഇരുന്നിട്ട് ആ കോൺവെക്കേഷൻ കാണാന്നുള്ളത്. ആൻഡ് എന്താ പറയുക ഐ എം സോ ബ്ലെസ്ഡ് വിത്ത് എ ഡോട്ടർ ഹു ഡസൻ ഹാവ് സോഷ്യൽ ആങ്സൈറ്റി അറ്റ് ഓൾ. ഭയങ്കര അതൊരു സമാധാനമാണ്. കിയാച്ചു ഭയങ്കര സോഷ്യലാണ്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകളൊക്കെ കാണുമ്പോൾ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് കരയില്ലേ, ലൈക്ക് അവർക്ക് ആ സൗണ്ടും അതൊന്നും ഇഷ്ടാവില്ല. പക്ഷേ ഇവള് ഭയങ്കര എന്താ പറയണേ ആൾക്ക് തീരെ സോഷ്യൽ ആങ്സൈറ്റി ഇല്ല. പെട്ടെന്ന് ആളുകളോട് കാണുമ്പോൾ തന്നെ അവൾ ഹായ് പറയും. മേ ബി അത് അവരെ ആ ഒരു എന്താ പറയുക അവളുടെ ഡേ കെയറിൽ നർച്ചർ ചെയ്യുന്ന രീതിയായിരിക്കും. ആൾ ഭയങ്കര സോഷ്യലാണ്. എന്തിനും എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോൾ ക്ലാപ്പ് ചെയ്യായിരുന്നു. ആൻഡ് ഷി വാസ് റിയലി എൻജോയിങ് ഇറ്റ്. അവൾക്ക് നടക്കാനായാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഫംഗ്ഷൻ വെന്റ് സോ വെൽ. അത് കഴിഞ്ഞിട്ട് ഐ കുഡന്റ് ഷൂട്ട് എനിത്തിങ് ബാക്ക്. കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഇരുട്ടായി ആൻഡ് ഇറ്റ് വാസ് റെയിനിങ്. സോ ഈ ടൊറൻറ്റോ ഡൗൺ ടൗണിലുള്ളവർക്കറിയാം ഇറ്റ്സ് റിയലി ഹാർഡ് ടു ഗെറ്റ് എ പ്രോപ്പർ പാർക്കിംഗ് ദെയർ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വി ഡു ദിസ് പാർക്കിംഗ് ഇൻ എ പബ്ലിക് പേ ആൻഡ് പാർക്ക്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ ഇടുക. സോ ഇവൻ്റെ പ്രോഗ്രാം നടന്ന സ്ഥലത്തുനിന്ന് ലൈക്ക് നമുക്ക് തിരിച്ച് നടന്നാണ് വരേണ്ടി വന്നത്. അപ്പോൾ മഴയായിരുന്നു, ഇരുട്ടായിരുന്നു. ആൻഡ് ദെൻ എല്ലാവർക്കും എന്താ പറയുക എല്ലാവരും കുറച്ച് ടയർഡായിട്ടുണ്ടായി. കാരണം അരുൺ വർക്ക് കഴിഞ്ഞിട്ടാണ് വന്നത്. ക്യാച്ചു ആണെങ്കിലും ഡേ കെയർ നമ്മൾ അങ്ങനെ പിക്ക് ചെയ്തതല്ലേ, അപ്പോൾ കുറച്ച് ടയർഡായി. ഞാനാണെങ്കിലും എനിക്ക് കുറച്ച് അയണിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ടയർഡ്നെസ്സാണ്, പെട്ടെന്ന് ഡൗൺ ആവും. ഈവൻ ദോ ഐ എം ടേക്കിംഗ് ദ ടാബ്ലറ്റ്സ് ആ ഒരു ലെവൽ ഹൈക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. സോ അങ്ങനെ സോ ദിസ് വാസ് ദ തിങ്. ഐ ബിലീവ് ദാറ്റ് എല്ലാ കാര്യങ്ങളും എനിക്കിതിൽ ആക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്. ആൻഡ് ആസ് ഐ സെഡ് ഇൻ മൈ പ്രീവിയസ് വീഡിയോ, ഇതിൽ ഒരുപാട് വലിയ നോളജബിൾ ആയിട്ടുള്ള കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. ബട്ട് ഞാനിത് എൻ്റെ തന്നെ ഒരു ഡോക്യുമെന്റേഷനായിട്ട് കാണുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. കാരണം ആ ഒരു മഞ്ഞ് എല്ലാം ഉരുകി നമ്മൾ പതിയെ ആ ഒരു സമ്മർ ഹിറ്റ് ചെയ്യാൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണ്. കാലാവസ്ഥയൊക്കെ നന്നായിട്ട് മാറുന്നു. ഇന്നൊക്കെ ടെമ്പറേച്ചർ ഭയങ്കര പോസിറ്റീവാണ്. ആൻഡ് സമ്മർ ആകുമ്പോൾ ഐ ബിലീവ് ഐ കുഡ് ലൈക്ക് കുറച്ചും കൂടെ നല്ല വീഡിയോസ് ഇടാൻ പറ്റും. കുറച്ചും കൂടെ നല്ല സ്ഥലത്തൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് കൂടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആൻഡ് ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് കൊണ്ടുവരാനുള്ളൊരു എന്താ പറയുക സാഹചര്യങ്ങളും എനിക്കുണ്ടാവും.
സോ യെസ്, ഞാൻ ഇവിടുത്തെ മഴയുടെയും ആ ഒരു ഇതിൻ്റെയൊക്കെ ചെറിയൊരു ക്ലിപ്പിംഗ് കൊടുത്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.